ഭർത്താവിൻ്റെ അകാല വിയോഗം സാധാരണ ഒരു സ്ത്രീയുടെ ജീവിതത്തെ പൂർണ്ണമായും തകർത്ത് കളയാറുണ്ട്. പങ്കാളിയുടെ വിയോഗം സൃഷ്ടിക്കുന്ന ശൂന്യതയും ദുഃഖവും അതികഠിനമാണ്. ഇനി മക്കളെ എങ്ങനെ വളർത്തുമെന്ന ആശങ്ക, തുടർന്നുള്ള ജീവിതം കുട്ടികൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന സ്ത്രീകളുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള കാലത്താണ് തിരുവനന്തപുരം നെടുമങ്ങാട്ടെ അഖില എന്ന വെറുക്കപ്പെട്ട ഒരു അമ്മയുടെ കഥ കേട്ടത്. അഖില ഗർഭിണിയായിരുന്നപ്പോൾ ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണ്. ആ മരണത്തിൻ്റെ ആഘാതത്തിൽ നിൽക്കുമ്പോഴാണ് അവൾ മൂത്ത കുട്ടിയെയും കൂട്ടി കാമുകനൊപ്പം താമസം തുടങ്ങിയത്. 1.5 വയസ്സുള്ള അർഷിദിന് അച്ഛനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയേക്കാൾ കഠിനമായിരുന്നു അമ്മയുടെ കാമുകൻ്റെ ക്രൂരതകൾ. ഒരു വശത്ത് അമ്മയുടെ വഴിവിട്ട ജീവിതം, അതോടൊപ്പം രണ്ടാനച്ഛൻ്റെ കൊടിയ പീഡനങ്ങൾ. ഒടുവിൽ വേദനകളില്ലാത്ത ലോകത്തേക്ക് ആ കൈക്കുഞ്ഞ് യാത്രയാകുമ്പോൾ ഒരു നാട് മുഴുവൻ തേങ്ങുകയാണ്. ആ പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മയ്ക്കും കാമുകനും എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. രണ്ട് കൈകളിലും പ്ലാസ്റ്റർ ഇട്ട അമ്മയുടെ ഒക്കത്തിരിക്കുന്ന അർഷിദ് എന്ന 1.5 വയസ്സുകാരൻ്റെ ദൃശ്യങ്ങൾ ആരുടെയും ഉള്ളുലയ്ക്കുന്നതാണ്. ആ കുരുന്ന് ഈ ചെറിയ പ്രായത്തിനിടെ അനുഭവിക്കാത്ത വേദനകളില്ല. അച്ഛൻ്റെ മരണവും അമ്മയുടെ വഴിവിട്ട ജീവിതവും നേരിൽ കാണേണ്ടി വന്ന ഗതികേട്, അതോടൊപ്പം അമ്മയുടെ കാമുകൻ്റെ ക്രൂരതകൾ. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ അർഷിദിനെ കൊലപ്പെടുത്തിയ കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആ പിഞ്ചുകുഞ്ഞിൻ്റെ ശരീരത്തിനാകെ 51 മുറിവുകൾ, പൊള്ളലേൽപ്പിച്ച പാട്, സ്വകാര്യ ഭാഗത്ത് വരെയും പരിക്ക്. ചോറ് കൊടുക്കുമ്പോൾ കുഞ്ഞ് കരഞ്ഞതുകൊണ്ടാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി അഷ്കറിൻ്റെ മൊഴി. കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ തെളിവെടുപ്പിനെത്തിച്ച അഷ്കറിനെ നാട്ടുകാർ കയ്യേറ്റം ചെയ്തു. അയാളുടെ കാറും അടിച്ചു തകർത്തു. ഇയാൾ ആദ്യ ഭാര്യയെയും ക്രൂരമായി ഉപദ്രവിച്ചിരുന്നുവെന്നാണ് വിവരം. രാവിലെ 11 മണിയോടെയാണ് മുഖ്യപ്രതി അഷ്കറിനെ തെളിവെടുപ്പിനായി പനവൂർ കരിങ്കുടിയിലെ വീട്ടിലെത്തിച്ചത്. പ്രതിയെ കൊണ്ടുവരുന്നതറിഞ്ഞ് വൻ ജനക്കൂട്ടമാണ് പ്രദേശത്ത് അടിച്ചുകൂടിയത്. സുരക്ഷയ്ക്കായി വൻ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ടായിരുന്നു. എന്നാൽ അഷ്കറിനെ പോലീസ് പുറത്തിറക്കിയതിന് പിന്നാലെ നാട്ടുകാർ ഇയാൾക്ക് നേരെ പാഞ്ഞെടുത്തു. എന്ത് ക്രൂരതയാണ് കുഞ്ഞിനോട് കാട്ടിയതെന്ന് പറഞ്ഞ് സ്ത്രീകളടക്കമുള്ളവരും പ്രതിക്ക് നേരെ ആക്രോശിച്ചു. ആൾക്കൂട്ടം ആക്രമിക്കാൻ ശ്രമിച്ചതോടെ പോലീസുകാർ നന്നേ പാടുപെട്ടാണ് പ്രതിയെ വീടിനകത്തേക്ക് കൊണ്ടുപോയത്. തുടർന്ന് വീട്ടിലും പുറത്തും മിനിറ്റുകൾക്കകം തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് പ്രതിയുമായി മടങ്ങി. ഇതിനിടെ അഷ്കർ ഉപയോഗിക്കുന്ന കാറും നാട്ടുകാർ അടിച്ചു തകർത്തു. 1.5 വയസ്സുകാരൻ അർഷിദിനെ കൊലപ്പെടുത്തിയത് ചോറ് കൊടുക്കുമ്പോൾ കരഞ്ഞതുകൊണ്ടാണെന്നാണ് അഷ്കറിന്റെ മൊഴി. ദേഷ്യം വന്നപ്പോൾ കുഞ്ഞിന്റെ തല ഭിത്തിയിൽ ഇടിപ്പിച്ചു. ഇതോടെ കുഞ്ഞിന്റെ ബോധം നഷ്ടമായി. പിന്നീടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ലൈറ്റർ ഉപയോഗിച്ചാണ് കുഞ്ഞിനെ പൊള്ളിച്ചതെന്നും അഷ്കർ പറഞ്ഞു. കുഞ്ഞിന്റെ ശരീരത്തിൽ മരണകാരണമായ മർദ്ദനങ്ങൾ ഉൾപ്പെടെ 51 മുറിവുകൾ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. കുട്ടിയെ അഷ്കർ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നുവെന്നും മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതായും നാട്ടുകാർ പറയുന്നു. 2 വർഷം മുൻപ് അഖില 3 മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് ഭർത്താവ് അഖിൽ ജീവനൊടുക്കിയത്. തുടർന്ന് അഖില 6 മാസം മുൻപ് കുട്ടിയുമൊത്ത് ഡ്രൈവറായ അഷ്കറിനൊപ്പം താമസം തുടങ്ങി. അയൽക്കാരുമായോ നാട്ടുകാരുമായോ ഇവർ അധികം ബന്ധം പുലർത്തിയിരുന്നില്ല. അടുത്തിടെ കുഞ്ഞിന്റെ 2 കൈകളും ഒടിഞ്ഞിരുന്നു. ഇത് കളിപ്പാട്ട സൈക്കിളിൽ നിന്ന് വീണതാണെന്നാണ് അമ്മ പറഞ്ഞിരുന്നെങ്കിലും അഷ്കർ ഉപദ്രവിച്ചതാകാമെന്നാണ് സംശയം. ഇതിനിടെ അഖിലയും അഷ്കറും കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ വസ്ത്രങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചിരുന്നതായും സൂചനയുണ്ട്. അഖില എഴുതിയതെന്ന് കരുതുന്ന ഒരു കുറിപ്പും പാതി കത്തിക്കരിയുന്നതിൽ കണ്ടെത്തി. എന്നാൽ ഇതേക്കുറിച്ച് പോലീസ് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. കുഞ്ഞിനെ തന്റെ അമ്മയായ റീനയെ ഏൽപ്പിച്ചാണ് നർത്തകിയായ അഖില പരിപാടികൾക്ക് പോയിരുന്നത്. എന്നാൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ റീനയ്ക്ക് കുഞ്ഞിനെ പരിപാലിക്കാൻ കഴിയുമായിരുന്നില്ല. ഇതേ ചൊല്ലി ഇവർക്കിടയിൽ വഴക്കും പതിവായിരുന്നു. ഇതോടെ അമ്മ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് ഇടപെട്ട് അഖിലയോട് കുഞ്ഞിനെ നോക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. കുട്ടിയെ പീഡിപ്പിക്കുന്നത് അറിഞ്ഞതോടെ അച്ഛൻ അഖിലിന്റെ വീട്ടുകാരും പോലീസിനെ സമീപിച്ചിരുന്നു. തുടർന്ന് കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ സമവായമുണ്ടാക്കി.
അതിനിടെയാണ് കൊലപാതകം. സംഭവ സമയത്തും അഖില നൃത്ത പരിപാടിക്കായി തമിഴ്നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. തൊണ്ടയിൽ ചോറ് കുടുങ്ങിയെന്ന് പറഞ്ഞാണ് അഷ്കർ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത്. പോസ്റ്റ്മോർട്ടത്തിൽ ക്രൂരമർദ്ദനമേറ്റതാണ് മരണകാരണമെന്ന് കണ്ടെത്തിയതോടെയാണ് അഖിലയെയും അഷ്കറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കുഞ്ഞിന്റെ കൊലപാതകം നെഞ്ചുലയ്ക്കുന്ന സംഭവമാണെന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. സ്വന്തം കുഞ്ഞിന് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനോട് രണ്ടാനച്ഛൻ ക്രൂരത കാണിക്കുന്നതിന് സാക്ഷിയായത് അമ്മയാണല്ലോ. അമ്മ എന്ന പദത്തിന്റെ അർത്ഥം പോലും പറയാൻ കഴിയാത്ത, ആ വാക്കുച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു സ്ത്രീ ഈ ചെയ്തത് എന്താ പറയാ, നമ്മുടെയൊക്കെ നെഞ്ചുലയ്ക്കുന്നതാണ്. അതിനിടെ അഷ്കർ ആദ്യ ഭാര്യ ആമിനെയും ക്രൂരമായി മർദ്ദിച്ചിരുന്നതായ വിവരം പുറത്തു വന്നിട്ടുണ്ട്. മർദ്ദനം മൂലം ആമിന കിടപ്പിരോഗിയായി 1 വർഷമായി ബോധമില്ലാത്ത അവസ്ഥയിലാണ്. അടുത്തിടെയാണ് ചെറുതായി ഓർമ്മശക്തി തിരിച്ചു കിട്ടിയത്. ആമിനയുടെ സഹോദരന്റെ മരണത്തിലും അഷ്കറിന് പങ്കുണ്ടെന്ന് മാതാവ് ഷജിന ആരോപിച്ചു. മകനെ കൊല്ലുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ മകനെ ദുരൂഹ സാഹചര്യത്തിൽ മുങ്ങി മരിച്ചതിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും ഷജില പറഞ്ഞു. ആമിനയുമായുള്ള ബന്ധം അഷ്കർ വേർപെടുത്തിയിരുന്നില്ല. ഇതിനിടയിലാണ് അഖിലയുമായി അടുക്കുന്നത്. അഷ്കറിനെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും നീക്കമുണ്ട്. ന്യൂസ് 18 നെടുമങ്ങാട്. കൂട്ടുകാരൻ്റെ കുടുംബാംഗങ്ങളെ സ്വന്തം വീട്ടുകാരെ പോലെ കാണുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ സുഹൃത്തുക്കളെ പോലും ചതിക്കുന്ന മനുഷ്യരുണ്ട്. കൊച്ചി പള്ളുരുത്തി സ്വദേശികളായ ഷിജോയും ജൻസനും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇവരുടെ കൂട്ടുകാരൻ്റെ മകളെ പ്രണയിച്ചതുമായി ബന്ധപ്പെട്ടാണ്. പലതവണ ജൻസൺ ഷിജോയെ വിലക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വാക്കുതർക്കം കൊലപാതകത്തിലാണ് കലാശിച്ചത്. ശനിയാഴ്ച രാത്രി ഉണ്ടായ തർക്കത്തിനിടെയാണ് യുവാവ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഷിജോയുടെ അടുത്ത സുഹൃത്തായ ജൻസനെ പള്ളുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് നാടിനെ നടുക്കിയ ദാരുണമായ സംഭവം അരങ്ങേറിയത്. ജൻസന്റെ സുഹൃത്തിന്റെ മകളുമായി ഷിജോയ് അടുപ്പത്തിലായതാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു. മുൻപും ജൻസനും ഷിജോയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഇരുവരും വീണ്ടും ഏറ്റുമുട്ടി. ഇതിനിടെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ജൻസൺ ഷിജോയെ കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഷിജോയെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെൺസുഹൃത്തിന്റെ അച്ഛനും മറ്റൊരാളും കൊല നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് വിവരം. ജോബി, ഹരീഷ് എന്നിവരെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് തേവര സ്വദേശിയായ ജിൻസനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷിജോയും ജൻസനും തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. വീടുകൾക്കുള്ളിൽ ഭയത്തോടെ വിങ്ങിപ്പൊട്ടി കഴിയുകയാണോ നമ്മുടെ കുട്ടികൾ? അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന കുടുംബങ്ങളിലെ സാഹചര്യം എന്താണ്? വീടുകളിൽ പോലും കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. കാസർഗോഡ് 3 വർഷം മുൻപ് 11കാരിയെ പീഡിപ്പിച്ചത് അയൽവാസിയാണ്. അച്ഛനും അമ്മയും ഇല്ലായിരുന്ന സമയത്ത് വീട്ടിൽ അതിക്രമിച്ച് കയറി ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 63കാരനായ പ്രതിക്ക് 30 വർഷം കഠിന തടവ് ശിക്ഷ. പ്രതി മൈലാട്ടി സ്വദേശി മധുസൂദൻ നായർ 25,000 രൂപ പിഴയും അടയ്ക്കണമെന്ന് ഹോസ്ദുർഗ് പോക്സോ കോടതിയുടെ വിധിയിലുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ക്രൂരമായ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ 63കാരനായ പ്രതിക്ക് 30 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോടതി. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം അധിക തടവ് അനുഭവിക്കണം. മൈലാട്ടി പനയാൽ കുറുക്കൻകുന്ന് ഉന്നതിയിൽ താമസിക്കുന്ന മധുസൂദൻ നായരെയാണ് ഹോസ്ദുർഗ് പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി സുരേഷ് PM ശിക്ഷിച്ചത്. 2023 മെയ് 25-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ചീമേനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 11 വയസ്സുകാരിയുടെ അമ്മ ക്ഷേത്ര ദർശനത്തിന് പോയ സമയത്ത് പെൺകുട്ടിയും അനുജനും വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പ്രതി അതിക്രമിച്ചു കയറി കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത്.
ചീമേനി സബ് ഇൻസ്പെക്ടറായിരുന്ന അജിത് കെ ആണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗംഗാധരൻ എ ഹാജരായി. ന്യൂസ് 18 കാസർഗോഡ്. നമ്മുടെ നാട്ടിലെ പല ആശുപത്രികളിലും ഏറ്റവും കൂടുതൽ തൊഴിൽ ചൂഷണം നേരിടുന്നത് നഴ്സുമാരാണ്. ഒരല്പം വിശ്രമമില്ലാതെ പണിയെടുക്കണം. ആഴ്ചയിൽ ഓഫിനപ്പുറം അവധി പോലും കിട്ടാറില്ല. ഡോക്ടർമാർക്ക് നൽകുന്നതിൻ്റെ 10-1 പോലും ശമ്പളവുമില്ല. ഇങ്ങനെ നരകയാതന അനുഭവിക്കുന്ന നഴ്സുമാരുടെ ദുരിത കഥകൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലേ? തൊടുപുഴ സ്മിത ആശുപത്രിയിൽ തൊഴിൽ പീഡനത്തെ തുടർന്ന് ഒരു നേഴ്സ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തെ അതീവ ഗൗരവത്തോടെ കാണണം. UNA യൂണിറ്റ് സെക്രട്ടറിയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഇവരെ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ആരോപണ വിധേയരായ ചീഫ് നഴ്സിംഗ് ഓഫീസർ ഉൾപ്പെടെ 3 ജീവനക്കാരെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. തൊടുപുഴ സ്മിത ആശുപത്രിയിലെ നഴ്സ് പുലർച്ചെ ഡ്യൂട്ടിക്കിടെയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ചീഫ് നഴ്സിംഗ് ഓഫീസർ, സൂപ്പർവൈസർ എന്നിവർ തുടർച്ചയായി മാനസികമായി പീഡിപ്പിച്ചതിനാലാണ് ആത്മഹത്യാശ്രമമെന്നാണ് പരാതി. തൊഴിൽപരമായ പീഡനങ്ങൾ ഏറെ നാളായി ഈ ആശുപത്രിയിൽ ഉണ്ടെന്നാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ ആരോപണം. മാനസിക പീഡനം തന്നെയാണ് അവർ ആത്മഹത്യയിലേക്ക് നയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ശ്രമത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി പോലും അവരുടെ സൂപ്പർവൈസർ അവരെ ഫോൺ വിളിച്ച് ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുകയും ചെയ്തു. മുമ്പും ഈ വ്യക്തിയെ പറ്റിയും അല്ലെങ്കിൽ ഇവിടുത്തെ CNO ഉൾപ്പെടുന്ന ഈ സൂപ്പർവൈസർ ഉൾപ്പെടുന്ന ആൾക്കാരെ പറ്റി മുമ്പും പരാതികൾ നിരന്തരമായിട്ടുള്ളതാണ്. ഇത് നമ്മൾ പല വേദികളിൽ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഒരു തീരുമാനമുണ്ടാകാതെ പോകുന്നു. അവർ ഈ പ്രവണതകൾ തുടർന്നുകൊണ്ടിരിക്കും. ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം നഴ്സുമാരും തൊഴിൽപീഡനം അനുഭവിക്കുന്നുണ്ടെന്ന് UNA ആരോപിക്കുന്നു. തൊഴിൽപീഡനത്തെക്കുറിച്ച് പരാതി നൽകാനിരിക്കെയാണ് ആത്മഹത്യാശ്രമം ഉണ്ടായത്. ആരോപണ വിധേയരായവരെ ആശുപത്രിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് ആവശ്യം. സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 ഇടുക്കി. താരസംഘടനയായ അമ്മയിലെ തർക്കവുമായി ബന്ധപ്പെട്ട് നടി അൻസിബയുടെ പരാതിയിൽ പോലീസ് എന്ത് നടപടി സ്വീകരിക്കും? വനിതാ SIക്കും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ കേസെടുക്കാൻ എന്ത് തെളിവാണുള്ളത്? പരാതിയിൽ അൻസിബയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ലക്ഷ്മിപ്രിയയോടും നേരിട്ട് ഹാജരാകണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരാതിയിൽ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. അതേസമയം നടൻ ടിനി ടോം സാമൂഹ്യ വിപത്താണെന്നും അയാൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അൻസിബ പ്രതികരിച്ചു. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് അധിക്ഷേപിച്ചെന്ന പരാതിയിൽ തൃക്കാക്കര ACP ഓഫീസിലെത്തിയാണ് നടി അൻസിബ മൊഴി നൽകിയത്. വനിതാ സെൽ SI രേഷ്മയിൽ നിന്നും നടി ലക്ഷ്മിപ്രിയയിൽ നിന്നും നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് അൻസിബ നേരത്തെ പരാതി നൽകിയിരുന്നു. തനിക്ക് ധരിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ACPയോട് പറഞ്ഞുവെന്നും ടിനി ടോമിനെതിരെ നിയമ നടപടിക്ക് നീങ്ങുന്ന കാര്യം അഭിഭാഷകനുമായി ആലോചിച്ച ശേഷം ഉണ്ടാകുമെന്നും മൊഴി നൽകിയ ശേഷം അൻസിബ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അത് ഇവിടെ പറഞ്ഞിട്ടില്ല. അതിനിപ്പം നമ്മൾ നാളെ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അത് വൈകാതെ ഉണ്ടാവും. വളരെ സെക്യുലറായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അമ്മ. നമുക്ക് ക്ഷേത്രം വേണ്ട, പള്ളികൾ വേണ്ട, മസ്ജിദ് വേണ്ട. നാളെ പാർട്ടികൾ വരും. ഇതൊന്നുമില്ലാതെ 32 വർഷം നടന്നുപോയൊരു ചരിത്രം അമ്മയ്ക്കുണ്ട്. ഇപ്പോഴും സ്പോൺസേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സംഘടനയൊന്നുമല്ല എന്ന് താൻ നേതൃത്വത്തോട് പറഞ്ഞിരുന്നു. ഒരു വളരെ സെക്യുലറായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് ടെമ്പിൾ വേണ്ട, മോസ്ക് വേണ്ട, ചേർച്ച് വേണ്ട, അല്ലെങ്കിൽ നാളെ പാർട്ടികൾ വരും. ഇതൊന്നും വേണ്ട. ഇതൊന്നും ഇല്ലാതെ തന്നെ 32 വർഷം നടന്നു പോയൊരു ചരിത്രം അമ്മയ്ക്കുണ്ട് എന്നിരിക്കെ ഇപ്പോഴും സ്പോൺസേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു സംഘടനയൊന്നും അല്ല. അൻസിബയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടി ലക്ഷ്മിപ്രിയ, തൃപ്പൂണിത്തുറയിലെ വനിതാ സെൽ SI രേഷ്മ എന്നിവരുടെ മൊഴിയെടുക്കുമെന്ന് ACP മനോജ് കുമാർ പറഞ്ഞു. അൻസിബ ഹസന് ചില മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പരാതിയിലെ പ്രധാനപ്പെട്ട കാര്യം.
ആരോപണ വിധേയമായിട്ടുള്ള വനിതാ സെല്ലിന്റെ SI രേഷ്മയുടെ മൊഴി തിങ്കളാഴ്ച രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുമെന്നും ACP പ്രതികരിച്ചു. അൻസിബ ഹസന് ചില മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പരാതിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ലക്ഷ്മിപ്രിയയുടെ മൊഴി ഞങ്ങൾ നാളെ രേഖപ്പെടുത്തുന്നുണ്ട്. ആരോപണ വിധേയമായിട്ടുള്ള വനിതാ സെല്ലിലത്തെ SI രേഷ്മയുടെ മൊഴി ഞങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകളുടെ നിഗമനത്തിലേക്ക് എത്തും. അൻസിബ ഉന്നയിച്ച വിഷയങ്ങളെ തുടർന്ന് ഇപ്പോൾ അമ്മയിലെ പ്രശ്നങ്ങളെല്ലാം പോലീസ് നടപടികളിലേക്ക് ഉൾപ്പെടെ കടന്നിരിക്കുകയാണ്. ഇതോടൊപ്പം ഈ വിഷയത്തിൽ അമ്മ നേതൃത്വം എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 കൊച്ചി. BJP വിട്ട് കോൺഗ്രസിലെത്തിയത് മുതൽ സന്ദീപ് വാര്യർ രാഷ്ട്രീയ എതിരാളികളുടെ നോട്ടപ്പുള്ളിയാണ്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂരിൽ സന്ദീപ് അട്ടിമറി വിജയം നേടിയത് പലരെയും അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ പല ഭീഷണികളും ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യർക്ക് ഫോണിലൂടെ വധഭീഷണി. സംഭവത്തിൽ MLA ചന്ദേര പോലീസിൽ പരാതി നൽകി. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നാണ് ഫോൺ കോൾ വന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ യാത്ര ചെയ്യുന്നതിനിടെയാണ് സന്ദീപ് വാര്യരുടെ ഫോണിലേക്ക് ഭീഷണി സന്ദേശം എത്തിയത്. അപരിചിതമായ നമ്പറിൽ നിന്നും കോൾ വരികയും ഫോണെടുത്തപ്പോൾ മറുതലക്കിലുള്ളയാൾ അസഭ്യം പറയുകയുമായിരുന്നു. ഒടുവിൽ വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. കോളിന്റെ അവസാന ഭാഗം റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് കടുത്ത ജീവഭയമുണ്ടെന്നും വ്യക്തമാക്കിയാണ് MLA ചന്ദേര സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി നൽകിയത്. പരാതി ലഭിച്ചതിന് പിന്നാലെ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നാണ് ഫോൺ കോൾ വന്നതെന്ന് കണ്ടെത്തി. കൊല്ലം സ്വദേശിയുടെ പേരിലാണ് സിം കാർഡ് എടുത്തിട്ടുള്ളതെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഫോൺ നമ്പറിന്റെ ടവർ ലൊക്കേഷനും മറ്റു വിശദാംശങ്ങളും ശേഖരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും മനസ്സിലാക്കിയ പ്രകാരം ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്നാണ് മലയാളിയായ ഈ വ്യക്തി ഇദ്ദേഹത്തിന് ഫോൺ കോളിലൂടെ തോക്കുപയോഗിച്ച് വധിക്കും എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സംസ്ഥാന സർക്കാർ ശക്തമായി തന്നെ ഇത് അതിനുവേണ്ടി നടപടി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ന്യൂസ് 18 പയ്യന്നൂർ. പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പ്രകോപിതരാകുകയും ചെയ്യുന്ന ആളുകളാണോ നിങ്ങൾ? ഒരാവശ്യത്തിന് എടുത്തു ചാടി ജീവിതത്തിൽ പല പ്രതിസന്ധികളിലും വീഴുന്നവരുണ്ട്. പിന്നീട് അവരുടെ അവസ്ഥ എന്താണെന്ന് കൂടി നമ്മൾ പരിശോധിക്കണം. കാസർഗോഡ് കടമ്പള സ്വദേശി രാമകൃഷ്ണൻ ഇങ്ങനെ ചെറിയ കാര്യങ്ങളിൽ പോലും പൊട്ടിത്തെറിക്കുന്നയാളായിരുന്നു. കുട്ടികൾ ഫുട്ബോൾ കളിക്കുമ്പോൾ പന്ത് അയാളുടെ പറമ്പിലേക്ക് വീണതിനെ തുടർന്നുണ്ടായ പ്രശ്നമാണ്. അതിനിടെ രാമകൃഷ്ണൻ വാക്കത്തിക്കൊണ്ട് പന്തെടുക്കാൻ വന്നയാളെ വെട്ടി. 2021 കാസർഗോഡ് നടക്കിയ സംഭവത്തിൽ പ്രതിക്ക് കോടതി 2 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. കുട്ടികൾ കളിക്കുന്നതിനിടയിൽ പറമ്പിൽ വീണ ഫുട്ബോൾ തിരിച്ചു ചോദിക്കാൻ ചെന്നയാളെ വാക്കത്തി കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് 2 വർഷം തടവും 50,000 രൂപ പിഴയും ശിക്ഷ. കടമ്പള ദുർഗാനിവാസിലെ രാമകൃഷ്ണനെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി അജിത് രാജ് ഉണ്ണി ശിക്ഷിച്ചത്. പിഴയൊടുക്കിയില്ലെങ്കിൽ 6 മാസം അധിക തടവ് അനുഭവിക്കണം. മെയ് 28 വൈകിട്ട് ബേള കടമ്പളയിലാണ് സംഭവം. കുട്ടികളുടെ ഫുട്ബോൾ പ്രതി എടുത്തുവെച്ചത് ചോദിക്കാനെത്തിയ അബ്ദുൽ കരീം എന്നയാളെ ചീത്ത വിളിക്കുകയും വാക്കത്തി ഉപയോഗിച്ച് വലത് കൈവിരലിന് വെട്ടുകയുമായിരുന്നു. തുടർന്ന് കഴുത്തിന് വെട്ടാൻ ശ്രമിച്ചപ്പോൾ തടയുന്നതിനിടയിൽ അബ്ദുൽ കരീമിന്റെ ഇടത് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ത്യൻ ശിക്ഷാ നിയമം 324, 326, 308, 294B എന്ന വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ. ബദിയടുക്ക സബ് ഇൻസ്പെക്ടറായിരുന്ന സുമേഷ് ബാബുവാണ് കേസ് അന്വേഷിച്ചത്. പ്രോസിക്യൂഷനായി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ സതീശൻ P, അഡ്വക്കേറ്റ് അമ്പിളി K എന്നിവർ ഹാജരായി.
അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി രാമകൃഷ്ണൻ അബ്ദുൽ കരീമിനെതിരെ നൽകിയ സ്വകാര്യ പരാതിയിലുള്ള കേസിൽ അബ്ദുൽ കരീം കുറ്റക്കാരനില്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. ന്യൂസ് 18 കാസർഗോഡ്. ചിലർക്ക് തട്ടിപ്പ് നടത്തി ജീവിക്കാൻ പ്രത്യേക ബിരുദാണ്. പല രീതിയിൽ ആൾമാറാട്ടവും തിരിമറിയുമൊക്കെ നടത്തി ആളുകളെ കബളിപ്പിക്കുന്ന ഒരു തട്ടിപ്പുകാരൻ്റെ കഥയാണ്. പേര് മനു, തിരുവനന്തപുരം നരിക്കല്ലുമുക്കം സ്വദേശി. പലയിടത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പോലീസുകാരനാണെന്നും സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നും ഒക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും. പിന്നീട് തട്ടിപ്പ് നടത്തി ആഡംബര ജീവിതം. കാസർഗോഡ് ഉനുമയിൽ പോലീസുകാരൻ ചമഞ്ഞ് ജ്വല്ലറിയിൽ നിന്നും സ്വർണവുമായി മുങ്ങിയ മനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗോവയിലെ സുഖവാസ കേന്ദ്രത്തിൽ നിന്നാണ് പ്രതിയെ പൊക്കിയത്. പോലീസുകാരൻ ചമഞ്ഞ് ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണം വാങ്ങി പണം നൽകാതെ മുങ്ങിയ തട്ടിപ്പ് വീരനെ പോലീസ് പിടികൂടി. വർക്കല സ്വദേശി മനുവാണ് പിടിയിലായത്. ഗോവയിലെ ഒരു സുഖവാസ കേന്ദ്രത്തിൽ വെച്ചാണ് ഇയാളെ ബേക്കൽ പോലീസ് പിടികൂടിയത്. 2.5 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണ് ഉദുമയിലെ ജ്വല്ലറിയിൽ നടത്തിയത്. കഴിഞ്ഞ ദിവസം ഉദുമ റെയിൽവേ ഗേറ്റിന് സമീപത്തെ പുഷ്പലത ജ്വല്ലറിയിൽ നിന്നാണ് ഇയാൾ ആഭരണങ്ങളുമായി കടന്നു കളഞ്ഞത്. കൊല്ലം സ്വദേശിയാണെന്നും 7 മാസമായി ബേക്കൽ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന പോലീസുകാരനായ അഖിൽ രാജാണെന്നും പറഞ്ഞാണ് മനു ജ്വല്ലറി ഉടമയെ വിശ്വാസത്തിലെടുത്തത്. തുടർന്ന് 2 തവണയായാണ് ആഭരണങ്ങൾ വാങ്ങിയത്. തുക ഗൂഗിൾ പേ ആയി അയച്ചതായി വിശ്വസിപ്പിച്ചു. എന്നാൽ ബാങ്കിൽ അന്വേഷിച്ചപ്പോഴാണ് വഞ്ചിക്കപ്പെട്ടതായി ബോധ്യമായത്. തുടർന്ന് ജ്വല്ലറി ഉടമ ബേക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ജ്വല്ലറിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് തട്ടിപ്പ് വീരനെ തിരിച്ചറിഞ്ഞത്. പ്രതിക്കെതിരെ കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം ജില്ലകളിലായി സമാന രീതിയിലുള്ള 10ഓളം കേസുകൾ നിലവിലുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കാറിൽ കറങ്ങി നടന്ന് ലഹരി വിൽപ്പന നടത്തുന്നവരാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശി മുഹമ്മദ് ഷഫീഖും മലപ്പുറം ചാരിയം സ്വദേശി അബ്ദുൽ നിസാറും. കഞ്ചാവ് മുതൽ MDMA വരെ ഇവരുടെ കൈവശം എപ്പോഴും ഉണ്ടാകും. പലതവണ പോലീസിൻ്റെ പിടിയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാലും ലഹരി ഇടപാടാണ് പണി. മലപ്പുറം കൊണ്ടോട്ടിയിൽ കാറിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തി വന്ന 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് 7 ഗ്രാം MDMAയും 5 ഗ്രാം ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തു. വധശ്രമം, അടിപിടി, കവർച്ച ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിലെ പ്രതികളാണ് പിടിയിലായത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കാറിൽ കറങ്ങി നടന്നായിരുന്നു ലഹരിമരുന്ന് വിൽപ്പന. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് ഫറൂഖ്, ചുങ്കം പടനയിൽ സ്വദേശി മാന്ത ഷഫീഖ് എന്ന മുഹമ്മദ് ഷഫീഖ്, മലപ്പുറം ചാലിയം കൈതവളപ്പിൽ സ്വദേശി അബ്ദുൽ നിസ്താർ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 7 ഗ്രാം MDMAയും 5 ഗ്രാം ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തു. പിടിയിലായ 2 പേരും മുമ്പും നിരവധി ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് അറിയിച്ചു. മുഹമ്മദ് ഷഫീഖ് കഴിഞ്ഞ വർഷം 50 കിലോ കഞ്ചാവുമായി അറസ്റ്റിലായിരുന്നു. 4 മാസം മുമ്പാണ് ജാമ്യത്തിലിറങ്ങിയത്. തുടർന്ന് വീണ്ടും ലഹരി വിൽപ്പന സംഘത്തിൽ സജീവമാവുകയായിരുന്നു. അബ്ദുൽ നിസ്താറിനെതിരെ കൊലപാതക ശ്രമം, കവർച്ച തുടങ്ങിയ കുറ്റങ്ങൾക്ക് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നിലവിൽ കേസുകളുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ CBI എത്തുമോ? കേസ് CBIക്ക് വിടാനുള്ള സംസ്ഥാന സർക്കാർ വിജ്ഞാപനം വൈകാതെ ഉണ്ടാകും. ഇതിന് പുറമെ നവീൻ്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനവും നൽകും. കഴിഞ്ഞ ദിവസം തന്നെ സന്ദർശിച്ച നവീൻ്റെ ഭാര്യ മഞ്ജുഷ, മക്കളായ നിരഞ്ജന, നിരുപമ എന്നിവരെ
മുഖ്യമന്ത്രി VD സതീശൻ ഇക്കാര്യം അറിയിച്ചിരുന്നു. നവീൻ ബാബുവിന്റെ ഭരണത്തിൽ അന്വേഷണം CBIക്ക് വിടണമെന്ന് ദീർഘനാളായി കുടുംബം ആവശ്യപ്പെടുന്നതാണെങ്കിലും LDF സർക്കാർ അതിന് തയ്യാറായിരുന്നില്ല. CPM നേതൃത്വം വെട്ടിലായ കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാടായിരുന്നു മുൻ സർക്കാരിന്. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും CBIയെ ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചെങ്കിലും സർക്കാർ ഇതിനെ എതിർത്തു. മൂത്ത മകൾക്ക് ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടായിരുന്നെങ്കിലും അതും നൽകിയില്ല. ഭരണമാറ്റമുണ്ടായതോടെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം വീണ്ടും സർക്കാരിനെ സമീപിച്ചത്. അത് വളരെയധികം ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിവേദനം നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നേരിൽ കണ്ടിരുന്നു. അന്നേരം വളരെയധികം പോസിറ്റീവായിട്ടുള്ള പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. ഇത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഓൾറെഡി CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു 30-ലേറെ പോയിന്റുകൾ, ഒരുപാട് ഡിഫക്റ്റുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതൊക്കെ തന്നെ അന്വേഷിക്കണം. ഇതൊക്കെ തന്നെ എന്തായാലും CBI ഒരു പുതിയ അന്വേഷണ സംഘം വരുവാണെന്നുണ്ടെങ്കിൽ അവർ അതെല്ലാം തന്നെ കളക്ട് ചെയ്ത് അന്വേഷിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്. കേസ് CBIക്ക് വിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉടൻ ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കും. UDF സർക്കാർ അധികാരമേറ്റ ശേഷം CBIക്ക് വിടുന്ന ആദ്യത്തെ പ്രധാന കേസാണിതെന്ന പ്രത്യേകതയുമുണ്ട്. നിലവിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള കേസിൽ PP ദിവ്യയാണ് ഏക പ്രതി. കേസിൽ 13 പുതിയ സാക്ഷികളെ കൂടി ഉൾപ്പെടുത്തി പോലീസ് തയ്യാറാക്കിയ തുടരന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വിചാരണ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. മഞ്ജുഷ കോടതിയിൽ നൽകിയ പ്രത്യേക ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ ടൗൺ പോലീസ് വിശദമായ തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. നീണ്ട നാളത്തെ അവധിക്ക് ശേഷം കുട്ടികൾ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? ഇവിടെ മക്കളെക്കാൾ ടെൻഷൻ ഇപ്പോൾ മാതാപിതാക്കൾക്കാണ്. കുഞ്ഞുങ്ങളുടെ പഠനവും ഭാവിയും സുരക്ഷയും ഓർത്തുള്ള ആശങ്കകൾ ഉണ്ടാകും. ഇക്കാലത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും നല്ല പാഠങ്ങൾ പകർന്നു നൽകേണ്ടത് വീടുകളിൽ നിന്നാണ്. കുട്ടികൾക്ക് നന്നായി പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. അച്ഛനും അമ്മയും തമ്മിൽ ചെറിയ വഴക്കും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചാകരുത്. കുട്ടികൾ സ്കൂളിൽ പോയി വരുമ്പോൾ കുറച്ച് സമയമെങ്കിലും ഒന്നിച്ചിരുന്ന് സംസാരിക്കണം. അവരുടെ കൂട്ടുകാരെക്കുറിച്ച് ചോദിക്കണം. കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കണം. അവർ കുറുമ്പ് കാണിച്ചാൽ താക്കീത് നൽകി തന്നെ വളർത്തണം. വല്ലാത്തൊരു അപകടം പിടിച്ച ലോകമാണിതെന്ന് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം. കുട്ടികളെക്കുറിച്ച് ഓർത്ത് അനാവശ്യ ആകുലതകളൊന്നും വേണ്ടാട്ടോ. അവർ മിടുക്കരായി വളർന്നോളും. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.